എൻ്റെ പേര് ജോമറ്റ് ജോസഫ്. ഞാൻ കട്ടപ്പനയിലെ ഒരു ചെറുകിട ഹോട്ടൽ സംരംഭകനാണ്. അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഗ്യാസിൻ്റെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഹോട്ടലുകൾക്ക് വാണിജ്യ ആവശ്യത്തിന് ഗ്യാസ് കൊടുക്കേണ്ട എന്നുള്ള ഒരു ഉത്തരവിൻ പ്രകാരം ഹോട്ടലുകൾക്കൊന്നും ഗ്യാസ് കിട്ടാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളിലേക്കാണ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 900 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് 1500 രൂപയ്ക്ക് ഇന്ന് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് വിലക്കയറ്റത്തിനും സമൂഹത്തെ അരിശാവസ്ഥയിലേക്കും തള്ളിവിടുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അരിശിതാവസ്ഥയിലേക്കും തള്ളിവിടുന്നതിനോ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗാർഹിക ആവശ്യത്തിനായിട്ട് ഗ്യാസ് ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ഹോട്ടൽ മേഖലയ്ക്കും ഗ്യാസ് ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്നത് പോലെ തന്നെ ഹോട്ടലുകളിലും ഗ്യാസ് എത്തിച്ചെങ്കിൽ മാത്രമേ അത്തരക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. ഹോട്ടൽ വ്യവസായങ്ങൾ നിന്നുപോയെങ്കിൽ ഈ വ്യവസായങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാവും. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട, അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ഗാർഹിക ആവശ്യത്തിന് ഗ്യാസ് കൊടുക്കുന്നത് പോലെ തന്നെ റേഷൻ അടിസ്ഥാനത്തിലാണെങ്കിലും ഹോട്ടൽ മേഖലയിലും വ്യവസായ ആവശ്യത്തിനും ഗ്യാസ് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണം, അത് തിരുത്തണം എന്നാണ് ഒരു ഹോട്ടൽ വ്യവസായി എന്ന നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്.